നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നാഗമ്പടം മഹാദേവർ ക്ഷേത്രം ഇനി അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രം. സർക്കാർ പ്രഖ്യാപനം നടത്തി. ക്ഷേത്ര വികസനത്തിന് 2 കോടി രൂപ അനുവദിച്ചു. ജനവിരുദ്ധ പ്രവർത്തനത്തിന് ഉദാഹരണമാണ് സിൽവർ ലൈൻ എന്ന് മുൻ കേന്ദ്രമന്ത്രി PC തോമസ്. പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ച പണം തിരികെ ഖജനാവിൽ ഇടണം. മഞ്ഞക്കുറ്റി അടിക്കാൻ കോടികൾ ചെലവാക്കിയെന്നും ആക്ഷേപം. ചിറക്കടവിൽ ഉത്സവ ദിനങ്ങൾ. ഉത്സവബലി തൊഴുത് ഭക്തർ. ദേശമൊന്നാകെ ചിറക്കടവിലേക്ക്. പൊൻകുന്നം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് നവീകരിച്ചു. പുതിയ മസ്ജിദിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച. ഒരുക്കങ്ങളായി. വാർത്തകൾ വിശദമായി. കോട്ടയം നാഗമ്പടം ശ്രീ മഹാദേവർ ക്ഷേത്രം ഇനി അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രം. ക്ഷേത്രത്തിന്റെ വികസനത്തിന് 2 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചതായി മന്ത്രി VN വാസവൻ അറിയിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതായി മന്ത്രി VN വാസവൻ അറിയിച്ചു. ഇതിനായി 2 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. 1928 ജനുവരി 19 നാഗമ്പടം മഹാദേവ ക്ഷേത്രാങ്കണത്തിലെ മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുന്ന വേളയിലാണ് ശിവഗിരി തീർത്ഥാടനം എന്ന ആശയം ഗുരുവിന് മുന്നിൽ ശിഷ്യർ വയ്ക്കുന്നത്. ശിഷ്യരിൽ പ്രമുഖരായിരുന്ന വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ, TK കിട്ടൻ റൈറ്റർ എന്നിവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരു അനുമതി നൽകിയത്. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി നാഗമ്പടം ക്ഷേത്രത്തിനെ ഉയർത്തുന്നതിലൂടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന വിശ്വദർശനത്തിനെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് മാനവികതയുടെ തീർത്ഥാടന കേന്ദ്രമായി നാഗമ്പടം മഹാദേവ ക്ഷേത്രം ഉയരും. ഇത് സംബന്ധിച്ച് ധനമന്ത്രി KN ബാലഗോപാലിന് നൽകിയ നിവേദനം പരിഗണിച്ചാണ് ബജറ്റിനുള്ള മറുപടി പ്രസംഗത്തിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയതെന്നും മന്ത്രി VN വാസവൻ പത്രക്കുറിപ്പിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സിൽവർ ലൈൻ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ച പണം തിരികെ ഖജനാവിൽ ഇടണമെന്ന് മുൻ കേന്ദ്രമന്ത്രി PC തോമസ്. 100 കോടിയിൽ പരം രൂപ സിൽവർ ലൈനിന് വേണ്ടി മുടക്കി നാടുതോറും മഞ്ഞക്കുറ്റികൾ അടിച്ചു. ജനങ്ങളുടെ പണമാണിത്. ജനവിരുദ്ധമായ വികസന പ്രവർത്തനത്തിന് ഉദാഹരണമാണ് സിൽവർ ലൈൻ എന്നും PC തോമസ് പറഞ്ഞു. അവരുടെ കണക്കനുസരിച്ച് തന്നെ തീരെ കുറവ് പറഞ്ഞിരിക്കുക. 59 കോടി രൂപ മുടക്കി എന്നാണ്. 59 100 കോടിയിൽ പരം രൂപ മുടക്കി കാണും. പക്ഷേ പെട്ടെന്ന് അത് നിർത്തലാക്കിയപ്പോൾ ഈ രൂപ നമ്മുടെ ഖജനാവിൽ നിന്ന് എടുത്തത് ആര് തിരിച്ചിടും? ശ്രീ പിണറായി വിജയൻ അതിന് ഉത്തരം പറഞ്ഞാൽ മാത്രം പോരാ. ആ പണം അടിയന്തരമായിട്ട് നമ്മുടെ ഖജനാവിൽ തിരിച്ചിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹം അടിയന്തരമായിട്ട് ആ പണം തിരിച്ചിട്ട് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ ആ വലിയ നഷ്ടം നികത്തണം. അതിനുള്ള നടപടി സ്വീകരിച്ചേ പറ്റൂ. മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ അത് ജനകീയമായിട്ട് കാണിക്കുന്നു എന്ന് തോന്നുകയും പക്ഷേ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ട് തന്നെയായിരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ സിൽവർ ലൈൻ എന്ന ഈ പദ്ധതി. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം 5ാം ദിവസത്തിലെത്തി. പകൽ നടന്ന ഉത്സവബലി തൊഴാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. ദേശനാഥനും ലോക വൈദ്യനാഥനുമായ ചിറക്കടവ് ശ്രീ മഹാദേവന്റെ തിരുവുത്സവം നാടിന്റെ ഉത്സവമായി പുരോഗമിക്കുന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തർ മഹാദേവനെ തൊഴുത് അനുഗ്രഹം തേടാനായി തിരുസന്നിധിയിലേക്ക് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നു. രാവും പകലുമെല്ലാം ഭക്തിപ്രഭയിൽ ഈശ്വരാനുഗ്രഹത്താൽ വിളങ്ങുകയാണ് ചിറക്കടവ് ക്ഷേത്രവും പരിസരവും. എല്ലാ ദിവസവും വൈകുന്നേരം വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ കാഴ്ചശ്രീബലിയും ദീപാരാധനയ്ക്ക് ശേഷം ശ്രീഭൂതബലിയും നടക്കുന്നു.
ഇന്നായിരുന്നു 5ാം ഉത്സവ ദിനം. പകൽ നാലമ്പലത്തിനകത്തും പുറത്തുമുള്ള ബലിക്കല്ലുകളിൽ ദേവന്റെ പരിവാരങ്ങൾക്കും ഭൂതഗണങ്ങൾക്കും നിവേദ്യം അർപ്പിക്കുന്ന ചടങ്ങായ ഉത്സവബലി നടന്നു. ഉത്സവബലി ദർശിച്ച് ഭക്തർ ഭഗവാന്റെ അനുഗ്രഹം തേടി. കലാമണ്ഡപത്തിൽ പാമ്പാടി ശ്രീരുദ്ര ഭജൻസ് അവതരിപ്പിച്ച ഭജൻസും അരങ്ങേറി. ചൊവ്വാഴ്ച വൈകിട്ട് ക്ഷേത്രകലാമണ്ഡപത്തിൽ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. പനമറ്റം ശ്രീദേവി നൃത്തകലാലയം അവതരിപ്പിച്ച നൃത്തസന്ധ്യ ആസ്വാദകർക്ക് വിരുന്നായി. തുടർന്ന് കാഞ്ഞിരപ്പള്ളി ഗോൾഡൻ വോയിസിന്റെ കരോക്കെ ഗാനമേളയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. ഫുഡ് സ്റ്റാളുകൾ, തുണിത്തരങ്ങൾ, VR ഗെയിംസ് ഇവയെല്ലാം പല സ്ഥലങ്ങളിലായി ഇടം പിടിച്ചിട്ടുണ്ട്. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്നവരെ വിസ്മയിപ്പിക്കുകയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ള സ്റ്റാളുകൾ. വിവിധ തരത്തിലുള്ള രാജസ്ഥാനി അച്ചാറുകൾ വാങ്ങുന്നതിനും തിരക്കാണ്. കൂടാതെ സ്നാക്സുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയെല്ലാം ലഭിക്കും. തുണിത്തരങ്ങൾ, ഫാൻസി ഐറ്റങ്ങൾ, പുതിയ രീതിയിലുള്ള ബ്ലോ പിന്നുകൾ, പെർഫ്യൂമുകൾ, ചിരട്ടയിലും മരത്തിലും പണിതിട്ടുള്ള ഗൃഹോപകരണങ്ങൾ ഇവയെല്ലാം ലഭിക്കും. കൂടാതെ പുത്തൻ പരീക്ഷണമായ 360 ഡിഗ്രി എക്സ്പീരിയൻസ് ആയ VR ഗെയിംസും പരീക്ഷിക്കുന്നവർ ഏറെയാണ്. ഉത്സവം കൂടാൻ എത്തുന്നവർക്ക് ഉത്സവ ചടങ്ങുകൾ കൂടാൻ മാത്രമല്ല, കൈനിറയ സാധനങ്ങളുമായി തിരികെ വീട്ടിലേക്ക് പോകാനുമുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നവീകരിച്ച പൊൻകുന്നം മുഹ്യദ്ദീൻ ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തിന് ഒരുങ്ങി. ശനിയാഴ്ച വൈകിട്ട് 5:30 നടക്കുന്ന ചടങ്ങിൽ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യും. പൊൻകുന്നം മുഹ്യദ്ദീൻ ജുമാ മസ്ജിദിന്റെ നവീകരിച്ച മസ്ജിദ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. വൈകിട്ട് 5:30 അസർ നമസ്കാരത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. പാളയം പള്ളി ചീഫ് ഇമാം ഡോക്ടർ VP ഷുഹൈബ് മൗലവി ഉദ്ഘാടനം നിർവഹിക്കും. ജമാഅത്ത് പ്രസിഡന്റ് അനൂപ് ഖാൻ കല്ലംപറമ്പിൽ അധ്യക്ഷനാകും. ആന്റണി MP, ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് എന്നിവർ ചേർന്ന് ഉപഹാരം സമർപ്പിക്കും. ജമാഅത്ത് ചീഫ് ഇമാം ഹാഫിസ് അബ്ദുൽ ഹാദി ഫാളിൽ ബാഖവി മുഖ്യപ്രഭാഷണം നടത്തും. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ, അഡ്വക്കേറ്റ് PG രാജ്, പൊൻകുന്നം ഹോളി ഫാമിലി പള്ളി വികാരി ഫാദർ തോമസ് പൂവത്താനിക്കുന്നിൽ തുടങ്ങിയവർ പങ്കെടുക്കും. ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ പൊൻകുന്നം മുസ്ലിം ജമാഅത്തിന്റെ പുതുക്കിപ്പണിത പള്ളിയുടെ ഉദ്ഘാടന കർമ്മം ഈ ഫെബ്രുവരി മാസം 7-ാം തീയതി ശനിയാഴ്ച 5:30 ഞങ്ങളുടെ അസർ നമസ്കാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിൻ്റെ മുഖ്യ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരം പാളയം പള്ളി ഇമാം ഡോക്ടർ VP ഷുഹൈബ് മൗലവിയാണ്. 5:30 പ്രാർത്ഥനയും അനുബന്ധന പരിപാടികളും പള്ളിക്കകത്ത് നടത്തിയതിന് ശേഷം
6:45 നമ്മളൊരു പൊതുസമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. നാനാതുറയിലുള്ള ജാതിമത ഭേദമന്യേ രാഷ്ട്രീയക്കാരും സമുദായ നേതാക്കന്മാരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയാണ്, പൊതുസമ്മേളനമാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ജമാഅത്ത് പ്രസിഡന്റ് അനൂപ് ഖാൻ, സെക്രട്ടറി PS അബ്ദുൾ മജീദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോരത്തോട് കൊമ്പുകുത്തിയിൽ വീട്ടിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. കോരത്തോട് കൊമ്പുകുത്തിയിൽ വീടിനുള്ളിൽ കയറിയ രാജവെമ്പാലയെ പിടികൂടി. സത്യൻ മുത്തേരി എന്നയാളുടെ വീട്ടിലെ അലമാരയുടെ അടിയിൽ കയറി പറ്റിയ രാജവെമ്പാലയെയാണ് പിടികൂടിയത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. സത്യന്റെ അമ്മ തങ്കമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കുടുംബാംഗങ്ങൾ പുരയിടത്തിലായിരുന്നു. സത്യൻ തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മുറിക്കുള്ളിൽ രാജവെമ്പാലയെ കണ്ടത്. പിന്നീട് അലമാരയ്ക്കടിയിലേക്ക് കയറി. വണ്ടൻപതാൽ ഫോറസ്റ്റ് ജീവനക്കാർ എത്തി അലമാരയോടെ പുറത്തിറക്കി രാജവെമ്പാലയെ പിടികൂടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് പാലാ ടൗണിൽ നിന്നും മാർസ്ലീവ മെഡിസിറ്റിയിലേക്ക് ബോധവൽക്കരണ സന്ദേശവുമായി വാക്കത്തോൺ നടത്തി. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് ഈ വർഷത്തെ ക്യാൻസർ ദിന സന്ദേശം. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് പാലാ മാർസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററും രാമപുരം മാർ അഗസ്തീനോസ് കോളേജും ചേർന്ന് പാലായിൽ നിന്നും മാർസ്ലീവ മെഡിസിറ്റിയിലേക്ക് ബോധവൽക്കരണ സന്ദേശവുമായി വാക്കത്തോൺ നടത്തി. പാലാ സ്റ്റേഡിയത്തിൽ MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ TC അരവിന്ദ്കുമാർ വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. ക്യാൻസർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു വലിയ ഭയം ഉണ്ട്. ഭയക്കണ്ട എന്നല്ല പറയുന്നത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ മറ്റ് രോഗങ്ങളെ അപേക്ഷിച്ച് ഒരുപക്ഷെ ഇതിനേക്കാൾ മാരകങ്ങളായ ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ ഇപ്പോൾ സമൂഹത്തിലുണ്ട്. പക്ഷേ ഏറ്റവും പഴയ ഒരു രോഗവും അതുപോലെ തന്നെ പുതിയൊരു രോഗവും കൂടിയാണ് ക്യാൻസർ എന്നുള്ളത്. അതിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകം മുഴുവൻ ഓരോ വർഷവും ക്യാൻസറിൻ്റെ കേസ് കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയാവാം, നമ്മുടെ മറ്റ് പൊല്യൂഷൻ ലെവലിൻ്റെ പ്രശ്നങ്ങളാവാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാവാം. പക്ഷേ സത്യം എന്ന് പറയുന്നത് ഏകദേശം 20 മില്യൺ ആൾക്കാർ ഓരോ വർഷവും പുതിയ കേസുകൾ ഉണ്ടാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ക്യാൻസർ അവബോധ ഹാൻഡ്ബുക്കിന്റെ പ്രകാശനം ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കഞ്ഞൂരിക്കൽ നിർവഹിച്ചു. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് ഈ വർഷത്തെ ക്യാൻസർ ദിന സന്ദേശം. ക്യാൻസറിനെതിരെ ഒരുമിച്ച് പോരാടാം എന്ന സന്ദേശം കൂടി ജനങ്ങളിലേക്ക് എത്തിച്ചാണ് രാമപുരം മാർ അഗസ്തീനോസ് കോളേജിലെ 200-ൽ പരം വിദ്യാർത്ഥികൾ വാക്കത്തോണിൽ ബോധവൽക്കരണ സന്ദേശവുമായി പങ്കെടുത്തത്. പാലാ നഗരസഭ, പോലീസ് എന്നിവരുമായി സഹകരിച്ചാണ് പരിപാടി നടന്നത്. വാക്കത്തോൺ മെഡിസിറ്റിയിൽ എത്തിയപ്പോൾ സ്ത്രീകൾക്കായുള്ള സൗജന്യ AI മാമോഗ്രാം പ്രോഗ്രാമിന്റെ പ്രഖ്യാപനം മാർസ്ലീവ മെഡിസിറ്റി ഓപ്പറേഷൻസ് ബ്രാൻഡിംഗ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊമോഷൻ ഡയറക്ടർ ഫാദർ ഗർവാസിസ് സാന്നിധ്യത്തിൽ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. 1ാമത് സംസ്ഥാന സോണൽ കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് പാലായിൽ നടന്നു. 7 ജില്ലകളിൽ നിന്നായി 700 കായിക താരങ്ങൾ പങ്കെടുത്തു. 1ാമത് സംസ്ഥാന സോണൽ കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് പാലാ അൽഫോൻസ കോളേജിൽ നടന്നു. 7 ജില്ലകളിൽ നിന്നായി 700ഓളം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. കേരള അത്ലറ്റിക് അസോസിയേഷന്റെയും കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള 700ഓളം ആൺകുട്ടികളും പെൺകുട്ടികളും ലെവൽ 1, 2, 3 എന്നീ ഗ്രൂപ്പുകളായി മത്സരിച്ചു. ഓരോ വിഭാഗത്തിലും 8 പേർ അടങ്ങുന്നതാണ് ഓരോ ടീമും. ചെറുപ്പത്തിൽ തന്നെ കായിക അഭിരുചി വളർത്തുവാനും കുട്ടികൾക്ക് ആവശ്യമായ കായികക്ഷമതയും ബുദ്ധിവികാസവും രൂപപ്പെടുത്തുന്നതിൽ ഉതകുന്ന രീതിയിലാണ് കിഡ്സ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും കായിക അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി മികച്ച താരങ്ങളായി വളർത്തുക എന്നതാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ മാത്യു കരിയത്ര അധ്യക്ഷത വഹിച്ചു. പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ മായ രാഹുൽ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം പബ്ലിക് ലൈബ്രറി കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി ഭാരതത്തിന്റെ വാനമ്പാടി ലതാ മങ്കേഷ്കറിന്റെ 4ാം ചരമദിനമായ ഫെബ്രുവരി 6-ാം തീയതി മേരെ സായ എന്ന പേരിൽ സംഗീതാസ്വാദകർക്കായി ലതാ മങ്കേഷ്കർ ഗാനസന്ധ്യ ഒരുക്കുന്നു. ഗായിക സരിത റഹ്മാൻ ലതാ മങ്കേഷ്കറുടെ തെരഞ്ഞെടുത്ത ഗാനങ്ങൾ ആലപിക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് എബ്രഹാം ഇട്ടിച്ചെറിയ, സെക്രട്ടറി KC വിജയകുമാർ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VB ബിനു, പ്രോഗ്രാം കൺവീനർ പ്രേം പ്രകാശ് എന്നിവർ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലതാ മങ്കേഷ്കറുടെ ഗാനങ്ങൾ അതിസുന്ദരമായ രീതിയിൽ ആലപിക്കുന്ന ഒരു മുസ്ലിം സഹോദരി സരിത റഹ്മാൻ, ഏതാണ്ട് ഒരു 90% ലതാജിയുടെ മുഴുവൻ സിദ്ധികളും ഉണ്ടെന്ന് ആളുകൾ സമ്മതിച്ചിരിക്കുന്ന ഒരു കേസാണിത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ. ഞങ്ങളുടെ ഈ വലിയ ശ്രമത്തിൽ, അതായത് കോട്ടയത്തെ ഒരു പുതിയ ആസ്വാദന സംസ്കാരം ഉറപ്പിച്ചെടുക്കാനുള്ള ഞങ്ങളുടെ ഈ ഒരു നിയോഗത്തിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാഗമ്പടം മഹാദേവർ ക്ഷേത്രം ഇനി അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രം. സർക്കാർ പ്രഖ്യാപനം നടത്തി. ക്ഷേത്ര വികസനത്തിന് 2 കോടി രൂപ അനുവദിച്ചു. ജനവിരുദ്ധ പ്രവർത്തനത്തിന് ഉദാഹരണമാണ് സിൽവർ ലൈൻ എന്ന് മുൻ കേന്ദ്രമന്ത്രി PC തോമസ്. പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ച പണം തിരികെ ഖജനാവിൽ ഇടണം. മഞ്ഞക്കുറ്റി അടിക്കാൻ കോടികൾ ചെലവാക്കിയെന്നും ആക്ഷേപം. ചിറക്കടവിൽ ഉത്സവ ദിനങ്ങൾ. ഉത്സവബലി തൊഴുത് ഭക്തർ. ദേശമൊന്നാകെ ചിറക്കടവിലേക്ക്. പൊൻകുന്നം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് നവീകരിച്ചു. പുതിയ മസ്ജിദിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച. ഒരുക്കങ്ങളായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.